കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന വാത്സല്യ ദൈവമക്കൾക്ക് വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹാവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാൻ കർത്താവ് പിന്നെയും ഒരവസരം കൂടി നൽകിയതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മളായിരിക്കുന്ന കാലഘട്ടം നമുക്കറിയാം. കർത്താവിൻ്റെ വരവിനോട് അടുത്തിരിക്കുന്ന ഒരു വലിയ ദുർഘടം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. എത്ര പേർ അതിനെക്കുറിച്ച് ബോധവാന്മാരാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പത്രതുവരെ നമ്മൾ കേൾക്കുന്നതും സോഷ്യൽ മീഡിയ അതുപോലെ ഇൻ്റർനാഷണൽ മീഡിയ ഇതിലൂടെയൊക്കെ നമ്മൾ കേൾക്കുന്ന ന്യൂസുകൾ നമ്മൾ സസൂക്ഷ്മം ശ്രദ്ധിച്ചാൽ ഈ ലോകത്തിൻ്റെ മരണമണി മുഴങ്ങാൻ സമയമായി. ചിലർ പറയും ലോകത്തിൻ്റെ ചരമഗീതം പാടിക്കൊണ്ടിരിക്കുക, പ്രാക്ടീസ് എടുത്തുകൊണ്ടിരിക്കുക. അതൊക്കെ അലങ്കാരിക പദപ്രയോഗങ്ങളാണ്. അത് ഒരർത്ഥത്തിൽ ശരിയാണ്. നമ്മൾ ഈ ലോകത്തിൻ്റെ ഓളത്തിനനുസരിച്ച് പോകുമ്പോൾ നമുക്കതറിയത്തില്ല. ആത്മീയ ദൃഷ്ടിയോടുകൂടി നമ്മളത് വിലയിരുത്തുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവൂ. അതുകൊണ്ട് വാത്സല്യ ദൈവമക്കളെ, ഞാൻ ഇന്നലെ ഒരു ഫ്യൂണറൽ ശുശ്രൂഷയ്ക്കായിട്ട് പോകാനല്ല അത് കാണാനിടയായി. ഫ്ലൂട്ട് വായിച്ചുകൊണ്ടിരുന്ന ഒരു യുവ സഹോദരൻ, 36 വയസ്സ്, ജിതിൻ, ആ പൈതൽ മരിച്ചു പോകാനിടയായി. എൻ്റെ അനുജൻ്റെയൊക്കെ ഒരു കൂട്ടുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തെ ആ മിനിസ്ട്രി അത് കാണാനായിട്ടിടയായി തീർന്നു. അതിലവിടെ ലീഡർഷിപ്പ് ചെയ്യുന്ന, ആ മീറ്റിങ്ങിനെ ലീഡ് ചെയ്യുന്ന ആ സഹോദരങ്ങൾ പറഞ്ഞ പല പദപ്രയോഗങ്ങളും വെറും അർത്ഥശൂന്യവും ബാലിശവുമാണെന്ന് ഞാൻ പറയാൻ കർത്താവിൽ ശരണപ്പെടുക. ഈ സഹോദരൻ അവിടെ ചെന്നിട്ട് വേണം, അവരുടെ ദൂതസഞ്ചയത്തിലെ ഒരാളെങ്ങാണ്ടും പോയി ആ ഗ്യാപ്പിൽ ഈ പുള്ളി അങ്ങോട്ട് വിളിച്ചു വന്നു. വേറൊരു സഹോദരൻ, ഇദ്ദേഹം കാഹളം ഊതാൻ വേണ്ടി ദൈവം വിളിച്ചുകൊണ്ട് പോയതാണെന്ന് വേറൊരാൾ. ഇദ്ദേഹത്തിൻ്റെ വായനയുടെ ശ്രേഷ്ഠത കൊണ്ടാണ് സ്വർഗീയ മിസിംഗ് ടീമിലേക്ക് ഇദ്ദേഹത്തെയും വിളിച്ചതെന്നൊക്കെ എങ്ങനെ എനിക്കറിയണ്ട. എന്തൊക്കെ നിലയിലാണ്, ശൈശവാവസ്ഥയിലുള്ളവരാണ്, പ്രായമുള്ളവരാരും എൻ്റെ ഇടയിലില്ല, എല്ലാം പിള്ളേരാ. അതിൻ്റെ ബാലിശമായ വാക്കുകൾ കേട്ട് വലിയ വേദന തോന്നി. വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം, ഇപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ വിശ്രാമ സ്ഥലത്തേക്ക് പോവുക, അവരവിടെ റെസ്റ്റ് ഇൻ പീസ്, സമാധാനത്തിൽ നിദ്ര കൊള്ളുക. ചവപ്പെട്ടിയിലേക്ക് എഴുതി വയ്ക്കുക റെസ്റ്റ് ഇൻ പീസ്, RIP എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? റെസ്റ്റ് ഇൻ പീസ്, സമാധാനത്തിൽ നിദ്ര കൊള്ളുന്നു, വിശ്രാമ സ്ഥലത്ത് അവരായിരിക്കുന്നു. കാഹളം തുറിച്ച് കർത്താവ് വരുമ്പോൾ അവിടെ നിന്ന് അവർ എന്ത് ചെയ്യുന്നു? ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകുന്നു. ക്രിസ്തുവിൽ മരിച്ചവർ, അങ്ങനെ ക്രിസ്തുവിൽ ജീവിച്ചിരിക്കുന്നവർക്ക് രൂപാന്തരവും. ഇതാണ് വേറെ പുസ്തകം പഠിപ്പിക്കുന്നത്. അവിടെ മ്യൂസിക് ടീമിൽ പോയി പാട്ട് പാടിക്കൊണ്ടിരിക്കുകയെന്നോ, അവിടെ നിന്ന് ഒരാൾ വെക്കേഷന് പോയപ്പോൾ ആ സ്ഥാനത്തേക്ക് പുള്ളിയെ പെട്ടെന്ന് അങ്ങ് വിളിച്ചെന്നോ. ഈ പൊട്ടത്തരങ്ങൾ കേട്ട് ഹൃദയത്തിൽ വലിയ വേദനയുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം കുറച്ചു മുമ്പ് എൻ്റെ ഹൃദയത്തിലേക്ക്, നിങ്ങളെ നടത്തുന്നവർ നിങ്ങളെ എന്ത് ചെയ്യുന്നു? നിങ്ങളെ തെറ്റിച്ച് കളയുന്നു. നിങ്ങളെ നടത്തുന്നവർ നിങ്ങളെ തെറ്റിച്ച് കളയുന്നു. പ്രിയമുള്ളവരെ, സഭയുടെ ചുക്കാൻ പിടിക്കുന്ന പ്രിയപ്പെട്ടവരെ, ജനത്തെ തെറ്റിച്ചുകൊണ്ടിരിക്കുക, ശരിയായ ദിശയിലൂടെ നടത്താതെ. യെശയ്യാവ് 5:20 തിന്മയ്ക്ക് നന്മയെന്നും നന്മയ്ക്ക് തിന്മയെന്നും പേർ പറയുകയും ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടാക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പാക്കുകയും ചെയ്യുന്നവൻ അയ്യോ കഷ്ടം. തിന്മ ചെയ്തിട്ട് അത് നന്മയാണെന്ന് പറയുക, ഇരുട്ടിനെ വെളിച്ചമാണെന്ന് പറയുക, വെളിച്ചത്തെ ഇരുട്ടാണെന്ന് പറയുക, മധുരത്തെ കയ്പാണെന്ന് പറയുക, കയ്പിനെ
മധുരമാണെന്ന് പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും പറയുക. വചനത്തെ കോട്ടിക്കളയുന്നതിനും കൂട്ടുചേർക്കുന്നതിനും മറിച്ച് കളയുന്നതിനും ഈ പ്രിയപ്പെട്ടവർക്ക് യാതൊരു മടിയുമില്ല. എനിക്ക് വലിയ വേദന തോന്നി. കാരണം എല്ലാവരും പിള്ളേർ സെറ്റാണ്. പുതിയ ശിഷ്യനായിരുന്നെന്ന് പൗലൂസ് പറഞ്ഞു. ആരെ ശ്രദ്ധിക്കാൻ? ഒരു 50 വയസ്സായ പക്വത വന്നൊരാൾക്ക് മാത്രമേ ശുശ്രൂഷ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ മാനുഷ്യതി ചിന്തിക്കുന്നേ. അതും 10-15 വർഷം ദൈവവചനം പഠിപ്പിക്കുന്ന ദൈവദാസന്മാരുടെ കീഴിൽ അഭ്യസിച്ച് വചനം അഭ്യസിച്ച് ശുശ്രൂഷ ചെയ്യത്തക്ക നിലയിൽ പ്രാപ്തന്മാരായി കഴിയുമ്പോൾ അവരെ പ്രാർത്ഥിച്ച് വേർതിരിക്കുന്ന രീതി അപ്പോസ്തലന്മാരുടെ ഇടയിലുണ്ടായിരുന്നു. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ മുൻപന്തിയിൽ നിന്ന് കെ ഇബ്രാഹിം സാറ്, അവരുടെ മക്കളുടെ കാര്യമൊന്നും എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഞാനവിടെ സൈലൻ്റാണ്. ചില ഇംഗ്ലീഷ് അക്ഷരങ്ങൾ, വേർഡുകൾ, ചില അക്ഷരങ്ങൾ സൈലൻ്റ് എന്ന പോലെ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. കെ ഇബ്രാഹിം സാറിൻ്റെ സമകാലികരായിട്ടിരുന്ന കുറേ ദേവദാസന്മാരുണ്ട്. ഞാൻ അവരെക്കുറിച്ച് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിന് ശേഷമുള്ളവരെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. എനിക്കൊന്നും അറിയത്തുമില്ല. അറിയാവുന്നത് മുഴുവൻ പുറത്ത് പറയാൻ കൊള്ളാത്തതുമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സൈലൻ്റ് ആണെന്ന് പറയുന്നതിൻ്റെ കാര്യം. സഹോദരങ്ങളെ, ദൈവവചനത്തെ കോട്ടിക്കളയുമ്പോൾ, കൂട്ടിച്ചേർക്കുമ്പോൾ, മറിച്ച് കളയുമ്പോൾ ദൈവവചനം ഉള്ളിലുള്ള ദൈവദാസന്മാർക്ക്, ദൈവമക്കൾക്ക് അത് വലിയ വേദനയാണ്. ഇൻ്റർനാഷണൽ പ്രാസംഗികന്മാരാണെന്ന് പറയുകയും വചനവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് ജനത്തെ എന്തോ പറയുക, ആശയക്കുഴപ്പത്തിലാക്കുന്ന, സംശയ നിവാരണങ്ങൾ ഉളവാക്കുന്ന നിലയിൽ ഈ ലീഡർഷിപ്പ് ചെയ്തപ്പോൾ എനിക്ക് വലിയ വേദന തോന്നി. ഞാൻ കരുതി അവരെ ആരെയെങ്കിലുമൊക്കെ എവിടെയെങ്കിലും വെച്ച് നേരിട്ട് കാണാനിടയായാൽ ഇസ്രയേൽ ജനത്തെ കഷ്ടപ്പെടുന്നവൻ നീയോ എന്നെനിക്ക് അവരോട് ചോദിക്കണമെന്നുണ്ട്. പുതിയ നിയമ ആത്മീയ ഇസ്രയേലിനെ കഷ്ടപ്പെടുന്ന സഹോദരന്മാരാണോ നിങ്ങൾ ചോദിക്കണമെന്നുണ്ട്. നമുക്കറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറയുക. എനിക്കൊരു കാര്യം, പുസ്തകത്തിൽ പല കാര്യങ്ങൾ അജ്ഞരായ വിഷയങ്ങളുണ്ടല്ലോ, എനിക്കറിയില്ലെങ്കിൽ അത് ആരോ ഉള്ളതുപോലെ വല്ലതുമൊക്കെ വിളിച്ച് പറയത്തില്ല. അതിനെക്കുറിച്ച് തിട്ടപ്പെടുത്തി മാത്രമേ പറയത്തുള്ളൂ. അറിയാതെ പലതും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. അതോർത്ത് ഞാൻ ഇപ്പോഴും പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുക. വ്യക്തമായ കൃത്യമായ കാര്യങ്ങൾ മാത്രമേ ദൈവവചനത്തിലൂടെ നമ്മളെടുത്ത് പ്രസംഗിക്കാവുള്ളൂ. നമുക്ക് പ്രിയപ്പെട്ടവരാണെന്ന് കരുതി, പാട്ടുകാരനാണെന്ന് കരുതി, ഫ്ലൂട്ട് വായിക്കുന്നവരാണെന്ന് കരുതി, ഓർഗൻ വായിക്കുന്നവരാണെന്ന് കരുതി, ഗിറ്റാർ വായിക്കുന്നവരാണെന്ന് കരുതി എന്തും പറയാമെന്ന് നമ്മൾ ചിന്തിക്കരുത്. അതൊക്കെ വെറും ബാലിശമാണ്. നമ്മുടെ വാക്കുകളാൽ നാം നീതീകരിക്കപ്പെടാനിടയായിത്തീരും. മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ആ പറയുന്നത്. അങ്ങനെ എനിക്ക് വലിയ വേദന തോന്നി. അവിടെ നടന്ന ശുശ്രൂഷകൾ മുഴുവൻ മാർക്കിട്ട് കഴിഞ്ഞാൽ 0 ആയിട്ടേ എനിക്കിടാൻ പറ്റത്തുള്ളൂ. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും രൂപാന്തര ശരീരം പ്രാപിക്കുന്നതിനെക്കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചും യാതൊന്നും അവിടെ ദൈവവചനത്തിലൂടെ ഒന്നും പറഞ്ഞു. ചുമ്മാ കുറെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. കുറഞ്ഞ പക്ഷം 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിലെ മാർമിക സത്യങ്ങൾ മരണ ശുശ്രൂഷയിൽ പ്രസംഗിക്കപ്പെടണം. ഹല്ലേലൂയ. ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നവർ, അതുകൊണ്ടായി പറയുന്നേ. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ 15-ന്റെ 50 പഠിക്കുന്ന സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയുകയില്ല. ആരാണ് മാംസരക്തങ്ങൾ? ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കിയില്ല. ആരാണ് ഈ ദ്രവത്വം? നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ കാഹളനാദത്തെങ്കിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കുകയും നാം രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന വചനം
എന്നെഴുതിയ വചനം നിവൃത്തിയാകും. മരണമേ നിന്റെ ജയമെവിടെ? മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തി ന്യായപ്രമാണം. പാപത്തിൻ്റെ ശക്തി ന്യായപ്രമാണമെന്ന് എല്ലാവരും പറയാറുണ്ട്. എന്താ ഒരു വിശദീകരണം നടത്താത്തത്? അറിയത്തില്ല. അത് തന്നെ. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, നാം എല്ലാവരും രൂപാന്തരപ്പെടും, നാം എല്ലാവരും ഉയർക്കുമെന്ന് ആരെക്കുറിച്ച് പറഞ്ഞു? നമ്മളതൊന്ന് പഠിക്കാൻ പോകും. കൊരിന്ത് സഭയിലെ വിശ്വാസികളെ കുറിച്ച്, അവരും കൊരിന്ത് സഭയും അപ്പോസ്തലനായ പൗലൂസുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ, നമ്മളല്ല. അവർ പ്രമാണിച്ചതുപോലെയുള്ള ക്രിസ്തുവിൻ്റെ ഉപദേശം, പഥ്യവചനം, പഥ്യോപദേശം, ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം, സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം, ക്രിസ്തുവിൻ്റെ ഉപദേശം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനം, ഭക്തിക്കൊത്ത ഉപദേശം അനുസരിച്ച് ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന പുതിയ നിയമ പ്രമാണം, അപ്പോസ്തലന്മാരുടെ ഉപദേശം, പുതിയ നിയമസഭയുടെ ഉപദേശം, അത് വായിച്ച് പഠിച്ച് അനുസരിച്ച് ജീവിച്ച് ക്രിസ്തുവിൽ പ്രത്യാശയുള്ളവരായി കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ജീവിക്കുന്ന ദൈവമക്കളോടാണ് പൗലൂസ് പറയുന്നത്, നാം എല്ലാവരും. കുറഞ്ഞ പക്ഷം പൗലൂസും കൊരിന്ത്യ സഭയിലെ വിശ്വാസികളുമാണ് നാം എല്ലാവരും. നമ്മളല്ല. അവർ പറഞ്ഞിരിക്കുന്ന ഉപദേശവും നമ്മുടെ ജീവിതമായിട്ട് എന്തു ബന്ധം? സഭകളിൽ അപ്പോസ്തല ഉപദേശം പ്രസംഗിക്കപ്പെടുന്നില്ല. സഭകളിൽ ക്രിസ്തുവിൻ്റെ പ്രമാണത്തിന് സ്ഥാനമില്ല. വായു വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രവൃത്തി പുസ്തകം 9-ാം അധ്യായത്തിലൊരു വാക്യം ഞാൻ നിങ്ങളെ കഴിഞ്ഞ നാളുകളിൽ വായിച്ച് കേൾപ്പിച്ചത് നമ്മുടെ ഹൃദയത്തിലുണ്ടെന്ന് ഞാൻ ചിന്തിക്കുക. ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി നിങ്ങളെ തിരിയപ്പെടുത്താനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്കതൊന്ന് കേട്ടാലും. അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം, അങ്ങനെ ഗലീല, യഹൂദ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിൽ ഒക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീയവർദ്ധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിലും നടന്നും പെരുകിയും കൊണ്ടിരുന്നു. അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ഉപദേശം കേട്ട് ആത്മീയ വർധന പ്രാപിച്ച് സമാധാനമുള്ള കൂട്ടങ്ങളായി ആത്മീയവർധന പ്രാപിച്ച് കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിലും നടന്നും പെരുകിയും കൊണ്ടിരിക്കുന്ന സഭകളാണെങ്കിൽ ഒക്കെ ചന്ദനം വഴി ജീവിക്കുന്നവർ, ദുരുപദേശം കൊണ്ട് ജനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കർത്താവിൻ്റെ വരവുമായിട്ട് എന്തു ബന്ധം? ഉയർപ്പുമായിട്ട് എന്തു ബന്ധം? പലരും കേൾക്കുന്നുണ്ട്, കേൾക്കട്ടെ. ബാംഗ്ലൂരിൽ ഒരു ഉണർവുണ്ടായപ്പോൾ ഞാനൊക്കെ ആദ്യം അതിനെക്കുറിച്ച് കേട്ടപ്പോൾ, ദൈവമേ, അതിന് വല്ല ഉണർവുണ്ടായോ? നമുക്കൊന്ന് പോകണമല്ലോ. പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് വന്ന് കേട്ടപ്പോൾ അവിടെ നടക്കുന്നത് മുഴുവൻ വചനവിരുദ്ധമായ കാര്യങ്ങളാണ്. ഞങ്ങളുടെ കൊച്ചി പട്ടണത്തിലൊരു ഇൻ്റർനാഷണൽ പ്രാസംഗികൻ അവിടെ പോയി പ്രസംഗിച്ച പ്രസംഗം കേട്ട് എൻ്റെ തലയ്ക്ക് ചൂട് പിടിച്ചു. അരബിയ കുന്നിന്മേൽ പൗലൂസ് ചെന്നപ്പോൾ അവിടുത്തെ അജ്ഞാത ദേവന കല്ലിൻ എന്നുള്ളൊരു പേര് കണ്ടിട്ട് തനിക്ക് ഹൃദയത്തിൽ ചൂട് പിടിച്ചെന്ന് എഴുതിയിരിക്കുന്ന പോലെ, രക്തം തിളച്ചതുപോലെ എനിക്കിതെല്ലാം കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി. സഭയ്ക്ക് റിയൽ എസ്റ്റേറ്റ് തരാൻ പോകുന്നു, സഭയെ ഭൗതികമായി അനുഗ്രഹിക്കാൻ പോകുന്നു, ഇന്ത്യ എന്ന് പറഞ്ഞ് കിടന്ന് കാറുന്ന ഒരു ഗ്രൂപ്പിനെ അവിടെ കണ്ടു. ഇന്ത്യ അവരുടെ കയ്യിലോട്ട് കൊടുക്കാൻ പോകുന്നു ദൈവം. എന്തൊക്കെ പൊട്ടത്തരങ്ങൾ അവിടെ വിളിച്ചു പറഞ്ഞത്. ആ പുള്ളി ഇവിടെയും വന്നിട്ടുണ്ട്, ഉയർപ്പിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ഉയർപ്പിക്കാമെന്ന് നോക്കിയിട്ട്. എന്താ നടക്കാത്തെ? ഞാനവരെ വിമർശിക്കുന്നില്ല, നല്ല പിള്ളേരാണ് അവരൊക്കെ. എനിക്ക് അവരോട് പറയാനുള്ളത്, സത്യവേദ പുസ്തകം വായിച്ചു പഠിച്ച് കർത്താവിൽ നിന്ന് ഉപദേശം ലഭിച്ച ദൈവദാസന്മാർക്ക് കീഴ്പ്പെട്ടിരുന്ന് ദൈവവചനം 4, 5, 10, 15 വർഷം അഭ്യസിച്ച് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവരായി അവർ നിൽക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ അപകടം അതിൻ്റെ പിന്നിലുണ്ട്. ജനം തെറ്റിപ്പോകും. യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം എവരിലൂടെ നിവൃത്തീകരിക്കപ്പെടും. എൻ്റെ ജനമേ,
നിങ്ങളെ നടത്തുന്നവർ നിങ്ങളെ തെറ്റിച്ചു കളയും. തെറ്റിച്ച് നരകത്തിലോട്ട് കൊണ്ടുപോയല്ലേ ചെയ്യുന്നേ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി വചനങ്ങൾ, ഒത്തിരി പ്രബോധനങ്ങൾ കർത്താവ് തരാനിടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവവചനം പ്രസംഗിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ അവർ ഒരു കാര്യം ഓർക്കേണ്ടത്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണം. പൗലോസ് തിമോഥെയോസിനോട് നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. വചനം പ്രസംഗിക്കുക. സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കുക. ഒരുത്തൻ പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് സംസാരിക്കുന്നത് പോലെ. എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിന്റെ ശക്തിയുടെ പ്രദർശനത്താലത്രയായിരുന്നത്. പത്രോസ് സ്തേഫാനസിന്റെ വീട്ടിൽ കൊർന്നേല്യോസിന്റെ വീട്ടിൽ വന്നപ്പോൾ കൊർന്നേല്യോസ് എന്താ പറഞ്ഞത്? നീ വന്നത് ഉപകാരം, കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെ കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരോടും. കർത്താവ് കൽപ്പിച്ചതാണ് പ്രസംഗം. മോശ പറഞ്ഞ ന്യായപ്രമാണം അല്ല പ്രസംഗം. അത് നമുക്ക് സന്ദർഭോചിതമായി നമ്മൾ പ്രസംഗിക്കുന്ന സബ്ജക്റ്റുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്ത് പഠിപ്പിക്കാം. ഓക്കെ, ഞങ്ങളത് ചെയ്യാറുണ്ട്. ചേരണ്ടും പിടി ചേർച്ച. ഇതിപ്പോ ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിലും 16-ാം അധ്യായത്തിലും എഴുതിയിരിക്കുന്ന പോലെ ലേവ്യം കൽപ്പിച്ചിട്ടല്ലാത്തത്, കർത്താവ് കൽപ്പിച്ചിട്ടല്ലാത്തൊരു അന്യാഗ്നി അവിടെ കത്തിച്ച് എന്തു പറ്റി? ചത്തുപോയി. അഹരോന്റെ മക്കള് നാദാബും അബീഹൂബും ചത്തുപോയി. ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരൊന്നെടുത്ത് വായിച്ച് പഠിച്ചോണേ. ലേവ്യർ 10-ാം അധ്യായവും ലേവ്യർ 16-ാം അധ്യായവും ആദ്യത്തെ 2-3 വാക്യങ്ങൾ ദയവായിട്ട് ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നവർ പുസ്തകം എടുത്ത് വായിച്ചൊന്ന് പഠിക്കണം, ഒന്ന് ഗ്രഹിക്കണം. എന്താണ് അവിടെ സംഭവിച്ചത്? ഞാൻ മുന്നറിയിപ്പുകളായി കുറെ നാളുകളായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. മരണത്തിന്റെ കരാളഹസ്തങ്ങളിൽ ദൈവശിക്ഷയേറ്റ് വീഴാതിരിപ്പാൻ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. ഇതൊരു ദൈവാലോചനയാണ്. ഇതൊരു പ്രവചനമായിട്ട് ഏറ്റെടുത്തു. നിങ്ങൾക്ക് പ്രസംഗിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ആ ഫീൽഡ് വിട്ട് വേറെ ഏതെങ്കിലും ജോലിക്ക് പോകും. ഇത് കാശുണ്ടാക്കാനുള്ള മാർഗമല്ല, ഇത് പേരെടുക്കാനുള്ള മാർഗമല്ല, ഇത് ധനസമ്പാദനത്തിനുള്ള മാർഗമല്ല. ഇത് പൗലൂസും പത്രോസും യോഹന്നാനൊക്കെ ചെയ്തതുപോലെ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുന്ന മഹത്വരമായ ശുശ്രൂഷയാണ് ദൈവവചന പ്രഘോഷണം. പൗലൂസ് അതാ ചെയ്തത്, പത്രോസ് അതാ ചെയ്തത്, സ്തേഫാനോസ്. ഇന്ന് ഞാൻ സ്തേഫാനോസിന്റെ പ്രസംഗം എടുത്ത് വായിച്ചു. സ്തേഫാനോസിന്റെ പ്രസംഗത്തിൽ സ്തേഫാനോസിനെ കല്ലെറിയാനുള്ള പ്രധാന കാരണം എന്താ കാരണം? എത്ര പേർ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്? സ്തേഫാനോസ് പ്രസംഗിച്ച് ഇങ്ങോട്ട് വന്നു. ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങൾ എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. പ്രവാചകന്മാരിൽ ഏവനെയും നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ. നീതിമാനായവൻ്റെ വരവിനെക്കുറിച്ച് മുന്നറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു. അവന് നിങ്ങളിപ്പോൾ ദ്രോഹികളും കൊലപാതകന്മാരുമായി തീർന്നു. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. യഥാർത്ഥ റിയൽ ട്രൂത്ത് സ്തേഫാനോസ് പ്രസംഗിച്ചപ്പോൾ കല്ല് പറക്കാൻ തുടങ്ങി യഹൂദ പരീക്ഷകൾ. എന്താണ് താൻ പറഞ്ഞത്? നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. പുതിയ നിയമസഭയോട് ഞാൻ പറയുക, പുതിയ നിയമ ഉപദേശം നിനക്ക് കയ്യിൽ കർത്താവ് തന്നെങ്കിൽ അത് പറയ്, അല്ലെങ്കിൽ നീ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ജോലി ചെയ്യ്. നീ കളം വിട്ടുപോ. ദൈവശിക്ഷ ഏറ്റുവാങ്ങരുത്. കൾട്ടുപദേശം പറയുന്ന, ദുരുപദേശം പറയുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഉള്ളിൽ കർത്താവ് പ്രേരണ തന്നു പ്രാർത്ഥിക്കാൻ. ദൈവമേ, ഒന്നുകിൽ അവർക്കൊരു മാനസാന്തരം, അല്ലെങ്കിൽ നിന്റെ പദ്ധതി നീ അവരിൽ വെളിപ്പെടുത്തണം.
ദൈവജനത്തെ നരകത്തിലേക്ക് കെട്ടി വലിച്ചുകൊണ്ട് പോകാൻ നീ അനുവദിക്കല്ലേ കർത്താവേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഏത് മഹാനാണെങ്കിലും കൊള്ളാം. പ്രസ്ഥാനവും പേരും സഭയും ഒന്നും ഞാൻ എടുത്തു പറയുന്നില്ല. ദൈവവചനം എങ്ങനെ പ്രസംഗിക്കണമെന്ന് പുസ്തകത്തിലുണ്ട്. ആര് പ്രസംഗിക്കണം, എങ്ങനെ പ്രസംഗിക്കണം, ഏത് രീതിയിൽ പ്രസംഗിക്കണം, എന്താണ് പ്രസംഗ വിഷയം, സഭയുടെ ഉപദേശം എന്താണ്, ആരാണ് ഉപദേശം പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത്, പുസ്തകത്തിലുണ്ട്. നിങ്ങൾക്കത് പറയാൻ നിങ്ങളെ ദൈവം നിയോഗിക്കുന്നില്ലെങ്കിൽ, വിളിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജോലിക്ക് പോ. നിങ്ങൾ ജനത്തെ നശിപ്പിക്കരുത്. ആധികാരികമായ ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ ഞാൻ പറയുക, ഇത് ആത്മനിയോഗത്താൽ എനിക്ക് വലിയ വേദന തോന്നി. എൻ്റെ 5-8 മണിക്കൂർ പോയി ആ ഫ്യൂണൽ ശുശ്രൂഷ കണ്ട്, ഈ പറയുന്ന പൊട്ടത്തരങ്ങളും അവ്യയങ്ങളെല്ലാം കണ്ടിട്ട്. മരണാനന്തര പ്രത്യാശയെ ഉണർത്തുന്ന യാതൊരു സന്ദേശങ്ങളും അവിടെ ഇല്ല. കുറെ പാട്ട് പാടിക്കൂട്ടി. ആർക്കാ പാട്ട് പാടാൻ പറ്റാത്ത? ഐ എം എ സിംഗർ, ഐ എം എ ഗിറ്റാറിസ്റ്റ്, ഐ എം ആൾസോ ഓർഗൺ വായിക്കുന്ന ആളാണ് ഞാൻ. ഒരളവ് പോലെ അതൊക്കെ ഇട്ട് കളഞ്ഞതാണ് ഞാനത്. ടൈം പാസിന് വേണ്ടി കൊട്ടുമെന്ന് മാത്രമേ ഉള്ളൂ, പ്രൊഫഷനായിട്ട് എടുത്തിട്ടില്ല അത്. കാരണം പുതിയ നിയമസഭയെ നമ്മൾ വായിച്ചു പഠിക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം സഭയെ പഠിപ്പിച്ചു വരുന്ന രീതികളൊക്കെ പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ പുതിയ നിയമസഭയുടെ ആവിർഭാവം, പത്രോസിന്റെ പ്രസംഗത്താൽ ഹൃദയത്തിൽ കുത്തുകൊണ്ട് മുന്നോട്ട് വന്ന 3000 പേര് അവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ചു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു. അവരെ കർത്താവ് തൻ്റെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അന്ന് മുതൽ സഭയുടെ ഉപദേശം അവർ സഭയെ പഠിപ്പിച്ച് പുതിയ നിയമസഭയുടെ യഥാർത്ഥ സഭകൾ സ്ഥാപിച്ച്, അവർ സ്ഥാപിച്ച സഭകളാണ് റോമാ സഭ, കൊരിന്ത് സഭ, ഗലാത്യ സഭ, എഫേസ്യ സഭ, ഫിലിപ്പി സഭ, കൊലോസ്യ സഭ, തെസ്സലോനിക്ക സഭ. ആ ദേശങ്ങളിൽ പോയി പ്രസംഗിച്ച് ആ ദേശത്തിൻ്റെ പേര് കൊടുത്തു അവന്. ഇന്നിപ്പോൾ എന്തൊക്കെയാ പേര്, എന്തൊക്കെ മിനിസ്ട്രിയാ? ബോത്ത് വർഷിപ്പ് സെന്റർ, ഗ്രേസ് മിനിസ്ട്രി. സഭയിൽ കാണുന്ന അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ കാണുന്ന സഭകളുടെ പേരുകൾ, കൊരിന്ത് പട്ടണത്തിലെ സഭ കൊരിന്ത് സഭ, റോമ പട്ടണത്തിൽ ഒരു സഭ ഉടലെടുത്തു, റോമാ സഭ. ഗലാത്യ എന്ന ദേശത്ത് പോയി പ്രസംഗിച്ചു, അവിടെ ഒരു സഭ ഉടലെടുത്തു, ഗലാത്യ സഭ. കൊരിന്ത് പട്ടണം, പാപം നിറഞ്ഞു കിടക്കുന്ന കൊരിന്ത് പട്ടണത്തിൽ കർത്താവിൻ്റെ ദാസന്മാർ സുവിശേഷം പ്രസംഗിച്ചു, രക്ഷിക്കപ്പെട്ട് ചിലർ വന്നു, അവരെ കൂട്ടി വളർത്തി കൊരിന്ത് സഭ. എഫേസ്യ എന്ന പട്ടണത്തിൽ പോയി പ്രസംഗിച്ചു, ഒരു കൂട്ടം രക്ഷിക്കപ്പെട്ടു വന്നു, എഫേസ്യ സഭ. കൊലോസ്യ എന്ന പട്ടണത്തിൽ പോയി പ്രസംഗിച്ചു, കൊലോസ്യ സഭ, ഒരു കൂട്ടം രക്ഷിക്കപ്പെട്ടു വന്നു. തെസ്സലോനിക്ക പട്ടണത്തിൽ പോയി പ്രസംഗിച്ചു, തെസ്സലോനിക്ക സഭ. എൻ്റെ പൊന്നെ, പുസ്തകത്തിൽ കാണുന്ന സഭ ഇതാ. മറ്റൊന്നും എനിക്കറിയത്തില്ല. എന്നെ ഒന്ന് പഠിപ്പിച്ചു തന്നാൽ കൊള്ളാം ആരെങ്കിലും, ഞാനൊന്ന് പഠിക്കട്ടെ. നമ്മൾ ഇന്ന് ലോകത്ത് കാണുന്ന സഭകളും വേദപുസ്തകത്തിലെ റോമാ സഭ മുതൽ തെസ്സലോനിക്ക സഭയിലുള്ള സഭകളുടെ ഉപദേശങ്ങളും രീതികളൊന്നും ഇന്ന് കാണുന്ന സഭകളിൽ കാണുന്നില്ല. ജനത്തെ കൂട്ടി വരുത്തി പാട്ടുപാടി തുള്ളിച്ച് അവരുടെ സ്വോത്രാഴ്ചപ്പാട്ടി നിറച്ച് പോകുന്നത് ഞാൻ എത്രയോ നാളായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പൊന്നെ, നിങ്ങൾ സ്വോത്രാഴ്ച എടുത്തോ, ദശാംശം പേടിച്ചു, ഇത്തുങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോ. ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തുക നിങ്ങൾ. ഹല്ലേലൂയ. ഞാനിത് പ്രസംഗിക്കുന്നതിന് മുമ്പ് 1/2 മണിക്കൂർ ആത്മാവിൽ പ്രാർത്ഥിച്ചിട്ട്, ഒരു മലയാള ഭാഷ ഉപയോഗിക്കുക, ആത്മാവിൽ പ്രാർത്ഥിച്ചിട്ടായി ദൂത് വിളിച്ച് പറയുന്നേ. എൻ്റെ നാവിനെ കർത്താവ് എടുത്ത് ഉപയോഗിക്കണം എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഇത് ഞാൻ ഇപ്പോഴും സബ്ജക്റ്റിലേക്ക് വന്നിട്ടില്ല. 2 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ ക്ലിപ്പാ ഇന്ന് പ്രസംഗിക്കേണ്ടത്. അതിലേക്ക് ഞാൻ വന്നിട്ടില്ല, വരാൻ പറ്റുന്നില്ല. അടുത്ത ക്ലിപ്പിലേക്ക് വരാമെന്ന് വിചാരിക്കുക. ഞാൻ എന്തിനാ ഇത്രയും ഗൗരവത്തോടെ വിളിച്ചു വരെ? സഭ എടുക്കപ്പെടാൻ നേരമായി. യേശുക്രിസ്തുവിൻ്റെ ശരീരമാം സഭ
യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയായ അല്ലെങ്കിൽ കന്യയായ സഭ എടുക്കപ്പെടാൻ നേരമായി. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലോ. ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന സഭ എടുക്കപ്പെടാൻ നേരമായി. നമ്മളിവിടെ സംഗീത നിശ്ചയം നടത്തി നമുക്ക് വായി തോന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ കർത്താവ് വരുമ്പോൾ നമ്മൾ കൈവിടപ്പെട്ടും. അതാണ് എൻ്റെ ദുഃഖം. അതിനാണ് ഞാൻ ഈ പറയുന്നത്. ഗ്രേസ് മിനിസ്ട്രിയോടും ആ മിനിസ്ട്രിയോടും ഈ മിനിസ്ട്രിയോടും എനിക്കൊരു പകയുമില്ല, എനിക്കൊരു പിണക്കവുമില്ല. കർത്താവ് വരുമ്പോൾ നീ കൈവിടപ്പെട്ടു പോകരുത്. അതാണ് എൻ്റെ ഹൃദയത്തിൻ്റെ വേദന, നോവ്. മനസ്സിലാക്കണം. കൊരട്ടിയിൽ റോബിൻസൺ എന്ന് പറഞ്ഞൊരു പാസ്റ്റർ വന്ന് പ്രസംഗിച്ചു, വളരെ മനോഹരമായ നിലയിൽ. ഞാനതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആ പ്രസംഗം കൊരട്ടിയിലുള്ള ബഹുമാനപ്പെട്ട പാസ്റ്റർമാർക്ക് ആർക്കും പിടിച്ചില്ല. കാരണം എന്താ? പുള്ളി സത്യം പറഞ്ഞു. തരികിടയൊക്കെ നിർത്തി നേരെ ചൊവ്വേ ജീവിക്കാൻ പറഞ്ഞു. അത് പിടിച്ചില്ല അവർക്ക്. എങ്ങനെയുണ്ട് നമ്മുടെ പോക്ക്? ശുദ്ധമായ ദൈവവചനം പറയുന്നവരെ ഒതുക്കുമെന്ന് സ്തോത്രം ഒരു പാസ്റ്റർ വന്ന് പ്രസംഗിച്ച് ഞാനത് കേട്ടപ്പോൾ എനിക്ക് ഹൃദയത്തിൽ വലിയ വേദനയുണ്ടായി. ദൈവവചനം പ്രസംഗിക്കുന്നവരെ ഒതുക്കിക്കളയുക, ചപ്പും ചവറും പറയുന്നവരെ സ്റ്റേജുകൾ കൊടുത്തവരെ പ്രോത്സാഹിപ്പിക്കുക. എവിടെ നിൽക്കുന്നു നമ്മുടെ ആത്മീക നിലവാരം? പെന്തക്കോസ്ത് സമൂഹമേ, നമ്മുടെ ആത്മീക നിലവാരം എവിടെ നിൽക്കുന്നു? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിക്കുത്തുപദേശത്തെയും പുറങ്കാലുകൊണ്ട് നീ തട്ടിക്കളഞ്ഞാൽ കർത്താവിൻ്റെ വരവിൽ നീ കൈവിടപ്പെട്ടു പോകും. പിന്നെ നിന്നെ ചേർക്കാൻ വേറൊരു കർത്താവ് വരുന്നുണ്ടെന്ന് പറയാതെ എൻ്റെ പ്രസംഗം ഞാൻ നിർത്തത്തില്ല. അത് ഏത് ക്രിസ്തുവായിരിക്കും? അന്ന് നീ ലൂക്കോസ് 16-ാം അധ്യായത്തിൽ ധനവാൻ പറഞ്ഞതുപോലെ അങ്ങനെ പറയാനുള്ളൊരു സാധ്യത പോലും കിട്ടത്തില്ല. കാരണം സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആരോട് എന്ത് പറയാൻ? ലാസറിൻ്റെയും ധനവാന്റെയും കഥ സംബന്ധിച്ച് സഭ ഭൂമിയിൽ ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. എട്ടും പൊട്ടും തിരിഞ്ഞൂടാത്തൊരു സാധുവായിരുന്നു ഞാൻ. എന്നെ കർത്താവിൻ്റെ ദാസന്മാരായ പഴയ നിയമ പിതാക്കന്മാർ, പ്രധാനമായും പാസ്റ്റർ സി ജോർജ് ശവണിക്കാമണ്ണിൽ, പാസ്റ്റർ ക്യാപ്റ്റൻ ഷാമോല്, അതുപോലെ പഴയ കർത്താവിൻ്റെ ദാസന്മാരിൽ നിന്ന് ഞാൻ സ്തോത്രം അവരുടെ പ്രസംഗങ്ങൾ കേട്ടും പഠിച്ചുമാണ് ഞാൻ ഈ ഉപദേശ സത്യങ്ങൾ ഇന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വീണ ഒരു ഉപദേശിയല്ല ഞാൻ. 10-15 വർഷം അവരുടെ കൂടെ നടന്ന് ഏലിയാവിൻ്റെ കൈക്ക് ഏലീശ വെള്ളമൊഴിച്ചതുപോലെ അങ്ങനെ നടന്ന് ദൈവവചനം കേൾക്കുകയും പഠിക്കുകയും ഒരുമിച്ച് ശുശ്രൂഷിക്കുകയും ചെയ്താണ് ഇന്ന് ഈ നിലവാരത്തിൽ ഞാൻ വന്നത്. ഇന്ന് എന്തെങ്കിലും ആയോ? ആയില്ല. ഞാൻ ഓടിക്കൊണ്ടിരിക്കുക, ഞാൻ ആയിക്കൊണ്ടിരിക്കുക, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ലഭിച്ചു കഴിഞ്ഞു തികഞ്ഞവനായൊന്നുമല്ല, ഓടിക്കൊണ്ടിരിക്കുക, ഓട്ടക്കളത്തിൽ ഓടുക. ഹല്ലേലൂയ. പഠിച്ചും പറഞ്ഞും പഠിപ്പിച്ചും ഓടിക്കൊണ്ടിരിക്കുക. ഓട്ടം ക്രിസ്ത്യ ജീവിതമാ. ദൈവവചന വ്യവസ്ഥ പ്രകാരമായിരിക്കണം. അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിൽ നമ്മൾ കൈവിടപ്പെട്ടു പോകും. ആ ചെറുക്കനെ ഉയർപ്പിക്കാനായിട്ട് അവിടെ കിടന്ന് സാഹസം കാണിച്ചു. ജിതിനെ, ഫ്ലൂട്ട് പാടുന്ന പയ്യനെ. എന്താ ഉയർപ്പിക്കാൻ പറ്റില്ലേ? ഉയർപ്പിക്കാൻ പറ്റും, പക്ഷെ വ്യവസ്ഥ വേണ്ടേ? ഉയർപ്പിച്ച ദൈവദാസന്മാർ ഈ ഭൂമി ജീവിച്ചിരുന്നല്ലോ. ഹല്ലേലൂയ. മരിച്ചവർ ഉയർപ്പിച്ച എത്രയോ ശുശ്രൂഷകന്മാർ നമ്മുടെ കേരളക്കരയിൽ ഉണ്ടായിരുന്നു. പാസ്റ്റർ സി ജോർജ്, പാസ്റ്റർ ക്യാപ്റ്റൻ ഷബോലൊക്കെ അവർ സത്യമായിട്ട് പറഞ്ഞതാ. മരിച്ചവർ പോലും അവരുടെ ശുശ്രൂഷയിൽ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടായി. എന്നാൽ അവരതൊരു ശുശ്രൂഷയായിട്ട് എടുത്തില്ല. പത്യവചനം പത്യോപദേശം പ്രസംഗിച്ച് കർത്താവിൻ്റെ വരവേണ്ടി ഒരുക്കുക. നിത്യമായ നരകാഗ്നിയിൽ നിന്ന് ഒരു വ്യക്തിയെ ദൈവവചനം പ്രസംഗിച്ച് രക്ഷയിലേക്കും സ്നാനത്തിലേക്കും അഭിഷേകത്തിലേക്കും വിശുദ്ധിയിലേക്കും വേർപാടിലേക്കും നടത്തി മുന്നോട്ട് പോകുന്ന മഹത്തരമായ ശുശ്രൂഷയാണ് ദൈവം അവരെ ഫലമേൽപ്പിച്ചത്. മരിച്ചവരെ ഉയർപ്പിച്ച് അവൻ ഈ ലോകത്ത് കിടന്ന് പാപം ചെയ്ത് പാപത്തിന് അടിമയായാൽ നീ അവൻ നരകത്തിലേക്ക് പോകും. അത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ശിക്ഷയില്ല, അല്ല ഒരു വേറൊരു ചാൻസ് ഇല്ല, നരകമേ ഉള്ളൂ. മോശയുടെ പ്രമാണം അനുസരിക്കാത്തവനും ശിക്ഷ.
ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിക്കാത്ത വിശേഷം എടുത്തു വായിക്കാൻ സമയമില്ല. എബ്രായലേഖനം 10:26 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ദയവായി എടുത്തു വായിക്കുക. മോശയുടെ പ്രമാണം അനുസരിക്കാത്ത ശിക്ഷ, ദൈവപുത്രനെ ചവിട്ടികളെയും വിശുദ്ധീകരിച്ച നിയമത്തെ മല്ലവെന്നിടുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ എത്ര കഠിനമേറി ശിക്ഷയ്ക്ക് പാത്രമാകുന്നു. കഠിനമേറി ശിക്ഷ എന്താ? എത്ര നരകം. ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് എത്ര ഭയങ്കരം. അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. അഹരോന് 2 കുഞ്ഞുങ്ങൾ മരിച്ചപ്പോൾ അപ്പനോട് ദൈവം പറഞ്ഞു, നീയും കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നത് സൂക്ഷിച്ച് എപ്പോഴും കയറി വരരുത്. കാരണം എന്താ? പിള്ളേർ പോയി, നീയെങ്കിലും കുറച്ച് നാൾ ജീവിച്ചിട്ട് നീ അങ്ങോട്ട് വരരുത്. കുരുത്തക്കേട് കാണുമായിരിക്കും കയ്യിൽ, എല്ലാം എന്താ അതുണ്ടല്ലോ, നമുക്കറിയാമല്ലോ തൻ്റെ ജീവിതം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ആരെയും വേദനിപ്പിക്കാനും പ്രയാസപ്പെടുത്താനും പറഞ്ഞതല്ല. കാഹളം ധരിച്ച് കർത്താവ് വരാറായി. നമ്മുടെ പ്രസംഗങ്ങൾ, നമ്മുടെ ശുശ്രൂഷകൾ എങ്ങനെയിരിക്കുന്നു? ഒരു പുനഃപരിശോധന നടത്താമോ? പത്രോസിൻ്റെ 2-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നു. എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പഴയ ശാസ്ത്രജ്ഞന്മാർ പറയുന്നതനുസരിച്ച്, ഇന്നലെ ഒരു അമേരിക്കൻ ശാസ്ത്രജ്ഞൻ പറഞ്ഞു, ഈ ഭൂമിയിൽ മനുഷ്യന് പാർക്കാൻ പറ്റാത്ത അവസ്ഥ വരാൻ പോകുന്നു. നോക്കി എത്ര ക്ലിയറായി. ഈ ഭൂമിയിൽ മനുഷ്യന് വാഴാൻ പറ്റത്തില്ല. ഇനി ഒരു പുതിയ ആകാശം പുതിയ ഭൂമി നമുക്ക് വേണ്ടി ദൈവവചനം പറയുന്നു ഒരുക്കിക്കൊണ്ടിരിക്കുക. അങ്ങോട്ട് പോകാനുള്ള തത്രപ്പാടിലാണ് നമ്മളായിരിക്കണം. ന്യൂ ജനറേഷൻ പാസ്റ്റർമാരോട് ഞാൻ ആത്മാവിൽ എരിവോടെ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ തെറ്റായ നയങ്ങൾ നിർത്തി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിക്കൊത്ത് ഉപദേശവും പ്രസംഗിത്ത് ജനത്തെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കിയില്ലെങ്കിൽ നിങ്ങൾക്കുമില്ല രക്ഷ, അവർക്കുമില്ല രക്ഷ. നീ നിന്നെ സൂക്ഷിക്കുക, നിന്റെ ഉപദേശം സൂക്ഷിക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. പൗലോസ് തിമോഥെയോസിനോട് പറഞ്ഞതാ. നിനക്ക് രക്ഷ വേണോ? ഈ ഉപദേശം സൂക്ഷിച്ച് ജീവിക്കണം. ഏത് ഉപദേശം? ഞങ്ങൾ ഈ പറയുന്ന ഉപദേശം. ഞങ്ങളെന്ന് പറഞ്ഞാൽ ആരാ? അപ്പോസ്തലന്മാർ അവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളെന്നാ. ഹല്ലേലൂയ.